ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പി വി അൻവർ MLA കൈവിടുന്നു CPIM-ഉം. പി വി അൻവറിന്റെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്നും പാർട്ടി ശത്രുക്കൾക്ക് ആയുധം നൽകുന്ന നടപടിയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിയതോടെ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും അനിശ്ചിതത്വത്തിലാണ്. പി വി അൻവറിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച മുസ്ലിം ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നതും ഇന്നത്തെ വാർത്താ ദിനത്തിൽ കണ്ടു. അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ്. അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത്. പരസ്യമായി തള്ളിപ്പറഞ്ഞ് ഗുഡ് ബുക്കിൽ നിന്ന് പി വി അൻവറിന്റെ പേര് മുഖ്യമന്ത്രി വെട്ടിയത് ഇന്നലെ. പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്ന് പറഞ്ഞ CPIM-ഉം ഇന്നിതാ അൻവറിനെ കൈയൊഴിഞ്ഞു. ശത്രുക്കളുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുകയാണ് അൻവർ എന്നാണ് CPIM നിലപാട്. പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് CPIM നിലപാട്. പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് അൻവർ പിന്മാറണം. പി വി അൻവറിനോട് ഒരു തരത്തിലും യോജിപ്പില്ലെന്നും CPIM വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിലെ അതൃപ്തി പിണറായി പരസ്യമാക്കിയതിന് പിന്നാലെയാണ് പാർട്ടിയുടെയും മുന്നറിയിപ്പ്. CPIM പ്രസ്താവന പ്രമുഖ നേതാക്കളും മന്ത്രിമാരും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അൻവറിനെ അനുകൂലിച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്. ആരോപണങ്ങളിൽ UDF അന്വേഷണം ആവശ്യപ്പെടുന്നുവെങ്കിലും അവിടെയുമുണ്ട് കല്ലുകടി. അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ച ഇക്ബാൽ മുണ്ടേരിയുടെ നടപടി ലീഗ് നേതൃത്വം തള്ളി. ഞങ്ങളാരും അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാനറിയില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ. എനിക്കങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അൻവറിനെ വേണ്ടെന്ന UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചതിന് പിന്നാലെ തെറ്റ് തിരുത്തിയാൽ പരിഗണിക്കാമെന്ന K സുധാകരൻ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് കത്തിച്ചൊലിക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തിയിട്ട് വരട്ടെ. അപ്പം നമുക്ക് മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ മുസ്ലിം ലീഗിന്റെ അത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായമൊന്നുമല്ല. തന്റെ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം പ്രതീക്ഷിച്ച അൻവറിനെതിരെ ഇന്ന് അന്വേഷണം തിരിയുകയാണ്. പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ, ഫോൺ ചോർത്തൽ, സ്വർണ്ണക്കടത്ത് ബന്ധം, CPIM-ലെ പിന്തുണ, ഇതെല്ലാം പരിശോധനാ പരിധിയിലുണ്ട്. പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് അൻവർ ആവർത്തിക്കുമ്പോൾ CPM-ലെ വിഭാഗീയത ഉയർത്തിക്കാട്ടുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയും CPM-ഉം തള്ളിപ്പറഞ്ഞതോടെ അൻവർ ഒറ്റയ്ക്ക് പടവെട്ടുമോ അതോ സമരസപ്പെടുമോ എന്നതിലാണ് രാഷ്ട്രീയ കൗതുകം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.